ഞാൻ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ട്രാക്കൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ട്രാക്ക് ഇട്ട് കേട്ടപ്പോഴാണ് ഞാൻ പാടേണ്ട പോർഷൻ ഇളയരാജ സാറ് എൻ്റെ ട്രാക്ക് പാടിയിരിക്കുന്നു. ജാനകി അമ്മ പാടേണ്ട ഭാഗം ഗംഗാമരൻ പാടിയിരിക്കുന്നു. മനോ എന്നുള്ള ഗായകൻ്റെ ഇൻട്രഡക്ഷനോട് കൂടി ഞങ്ങളെപ്പോലെയുള്ള സിംഗേഴ്സിന് പാട്ടുകൾ കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജ സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, എന്നാച്ച് ചോദിച്ചു. നമ്മൾ സാർ ഷൂട്ടിംഗ് ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ തലയാട്ടിയിട്ട് പറഞ്ഞു, ഒരേ ടൈമിൽ 2 ബോട്ടിലെ കാൽ വെക്കാതെ പടം റിലീസാവുന്നതിന് മുമ്പെയാണ് ഞാൻ അറിയുന്നത് ഈ പാട്ട് ഓക്കെ വെച്ചു എന്നുള്ളതും. അതിന് മെയിൻ കാരണക്കാർ ഇന്നസെന്റ് ഏട്ടനും ഡയറക്ടർ മോഹനും. അത് എനിക്കറിയില്ല, അത് നല്ല പാട്ടായിരുന്നു, ദാസേട്ടൻ പാടേണ്ട പാട്ടായിരുന്നു അതും സത്യത്തിൽ പറയുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിന്റെ പിന്നിലേക്ക് വരുമ്പോൾ ശശിയേട്ടനും സീമ ചേച്ചിയും ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ അടുത്ത പടത്തിൽ നീ പാടുന്നടാ എന്നൊക്കെ പറയാം. പക്ഷെ ആ പാട്ട് പടത്തിൽ ഷൂട്ട് ചെയ്തില്ല, റെക്കോർഡിലും വന്നില്ല, തെളിവില്ല. അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയതിന് യാതൊരു തെളിവുമില്ല. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. നിഗണയിലെ പാട്ടാണ് ആദ്യം റിലീസ് ചെയ്തെന്ന് പറഞ്ഞു. അല്ല, ആദ്യം പാടിയത് റിലീസ് അല്ല. അതല്ല, ഇതിനകത്ത് പിന്നെ ബാലേന്ദ്ര മേനോന്റെ സിനിമ മണിയമ്പിള്ള, സത്യത്തിൽ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ളയാണ് ഞാൻ ആദ്യം പാടിയത്. അരുതേ അരുതേ അങ്ങനെ അത് എന്താന്നുള്ളത് നമ്മൾ ആരും അതിനുശേഷം കേട്ടിട്ടില്ല. അത് റെക്കോർഡ് ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ നോക്കിയത്, ഞാൻ പോലും കേട്ടിട്ടില്ല. അതിനുശേഷം പാടി ദേവരായ മാസ്റ്റർ മ്യൂസിക്കിലാണ് ഞാൻ ശരിക്കും ആദ്യം പാടിയത്. അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, കണ്ടെത്തി കൊണ്ടുവരുന്നത്? ബാലേന്ദ്ര അങ്ങനെ അത് ബാലേന്ദ്ര മേനോനാണ്. ബാലേന്ദ്ര മേനോനായിട്ട് ആ സമയത്ത് പുള്ളി, ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് പുള്ളി പടങ്ങൾ ചെയ്യാൻ വരുമ്പോ പുള്ളി താമസിച്ചിരുന്ന ഹോട്ടലൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും കാണും. അതിന് മുമ്പേ പുള്ളി എന്നെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് പണ്ട്, നിർവേദം കഴിഞ്ഞ സമയത്ത് എടുത്തിട്ടുണ്ട് നാനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു പുള്ളി ഏതൊരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പാലക്കാട് വന്നപ്പോൾ ഞങ്ങളാണ് മലമ്പുഴയിൽ റൂമൊക്കെ ശരിയാക്കി കൊടുത്തത്. എന്റെ സിനിമ റിലീസിന് ശേഷം എനിക്കാണ് കലിക എന്നുള്ള സിനിമ എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ മേനോനുമായിട്ടൊരു ക്ലോസ് ആയിരുന്നു. അപ്പോൾ മേനോൻ ആ സമയത്ത് ഏതോ ഇഷ്ടമാണ് പക്ഷേയാണ് ഏതാണെന്ന് ഓർമ്മയില്ല, അണിയാത്ത വളകളോ ഏതോ ഒരു സിനിമയുടെ വർക്കിന് നടക്കുമ്പോൾ ആ സമയത്ത് പ്രിവ്യൂവിനൊക്കെ വിളിക്കും. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിവ്യൂ കാണാനൊക്കെ വിളിക്കും. അങ്ങനെയാണ് മേനോൻ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് പാടാൻ വേണ്ടി ദേവരായ മാഷ വീട്ടിൽ കൊണ്ടുപോയി ഇവിടുന്ന് പാട്ട് പഠിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം റെക്കോർഡിംഗ് ആണ്. പക്ഷെ ആ പാട്ട് പടത്തിൽ ഷൂട്ട് ചെയ്തില്ല, റെക്കോർഡിലും വന്നില്ല, തെളിവില്ല. അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയതിന് യാതൊരു തെളിവുമില്ല. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം അതിനുശേഷം ഈ പാടിയ ആള് കേട്ടിട്ടില്ല ഈ പാട്ട്. അവിടെ എന്തോ ഒരു തമാശയാണ്, നീ പ്രേം നസീറാണ്, ഞാൻ പ്രേം നസീറാണ്, നീ ഷീലയാണെന്നൊക്കെ പറഞ്ഞൊരു കോമഡി എഫക്റ്റ് ഉള്ള ഒരു പാട്ടാണ്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ഭയങ്കര അത്ഭുതമാണ്. ആദ്യത്തെ പാട്ട് ഒരു റെക്കോർഡും ഇല്ലാതെ ഈവൻ ബാലേന്ദ്ര മേനോൻ ചേട്ടന്റെ അടുത്ത് ചോദിച്ചപ്പോ മേനോൻ ചേട്ടന് വരെ അത് ശരിക്കും ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ പാട്ട് എടുത്തില്ല എന്നൊക്കെ പുള്ളിക്കും ഇപ്പൊ ആ പഴയ ഓർമ്മയിൽ കിട്ടുന്നില്ല പുള്ളിക്ക്. അതെന്താ സംഭവിച്ചെന്നുള്ളത് സത്യത്തിൽ അറിയില്ല. പക്ഷെ സത്യത്തിൽ ബാലേന്ദ്ര മേനോന്റെ സിനിമയിൽ ദേവരായ മാഷ മ്യൂസിക്കിലാണ് ഞാൻ ആദ്യം പാടിയത് എന്നുള്ളതാണ്. ദേവരായ മാഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. അന്നത്തെ തലമുറയിലെ ബാബുരാജ്, ലതികയാണ് പാടിയത്. മാധുരി എന്നാണ് അതിൽ മറ്റേ ഇതിലേതെങ്കിലും എഴുതി കിടക്കുന്നത്. ഇനി ലതിക പാടിയതിന് മുകളിൽ ഇനിയിപ്പം മാധുരി അമ്മ പാടിയിട്ടുണ്ടോ, ട്രാക്ക് പോലെ ആയിരുന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ പാടുമ്പോ ഞാനും ലതികയും കൂടിയാണ് അത് പാടിയത്. തരങ്കിണിയിൽ വെച്ചിട്ടാണ് പാടിയത്, മദ്രാസിലെ തരങ്കിണി. അത്രയും ഓർമ്മയുണ്ട്. അതെ. അപ്പൊ നേരത്തെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടല്ലേ, അതായത് ദാസേട്ടന് ഇപ്പുറത്ത് പിന്നെ ജാനകിയമ്മ, നടുക്ക് ചേട്ടനൊരു പാട്ട്. പക്ഷെ ഇതേപോലെ ഒരു ഓർമ്മ, മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്ന് പറയുന്നത് തമിഴില് ആദ്യത്തെ പാട്ടാണ് അല്ലേ? അവിടെ ഇസൈജ്ഞാനി, ഏറ്റവും അടുത്ത പെറ്റ്, അവിടെ അദ്ദേഹം മ്യൂസിക് ചെയ്യുന്നു. ഇപ്പുറത്ത് അതേ ജാനകിയമ്മ, ഗംഗാമരൻ, അദ്ദേഹത്താണ് അതിന്റെ പാട്ട്. കോഴി കൂവുതേ എന്ന് പറയുന്നത്, കൂത്. അതെ, അതിന്റെ ഓർമ്മകൾ എന്ന് പങ്കുവെക്കാവോ? അല്ല, എന്ന് പറഞ്ഞ ഇളയരാജ എന്നുള്ളത് നമ്മുടെ ഈ ദാസേട്ടന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മുടെ ഞരമ്പിലും അസ്ഥിയിലും ഒക്കെ പിടിച്ചു കിടക്കുമായിരുന്നു. ഇപ്പൊ ഈ 90s പിള്ളേർക്ക് റഹ്മാൻ തലയ്ക്ക് കയറിയ പോലെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക്, കാരണം അതുവരെ കേട്ടിരുന്ന മ്യൂസിക് ഇന്ന് ഒരു ഡിഫറെന്റ് സൗണ്ടിങ്. ഞാനൊക്കെ ചിറ്റൂർ, പാലക്കാട്, ഞാൻ നിലമ്പൂരിൽ നിന്ന് താമസം മാറി കോളേജ് പഠിക്കാൻ വേണ്ടി ചിറ്റൂർ കോളേജിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് തമിഴ് പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയത്. എനിക്ക് പരിചയമുള്ള കുറെ പിള്ളേർ, മലയാളി പിള്ളേർ തന്നെ, അവരാണ് തമിഴ് പാട്ടുകളെ പരിചയപ്പെടുത്തുന്നത്. ടി എം സൗന്ദരായന്റെ പാട്ടുകൾ,
ഓ ഇങ്ങനെയൊക്കെ ഇത്ര MS വിശ്വനാഥന്റെ ഗംഭീരം പാട്ടുകൾ. അപ്പോൾ നമുക്കന്ന് ഈ തമിഴുമായിട്ട് വലിയ പരിചയമില്ല. MGRന്റെയും ശിവാജിയുടെയും. ആ പാടം ഞാനൊരു ഗൗരവം എന്നുള്ള സിനിമയെ മറ്റേ കണ്ടിട്ടുള്ളൂ. നീയും നാനുമാ കണ്ണ, അതും നിലമ്പൂരിന്ന് കണ്ടിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് നല്ല മെലഡി ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ ആ സമയത്ത് കേട്ട് 76 അന്നക്കിളി റിലീസ് ചെയ്തതിന് ശേഷം ഇളയരാജയുടെ പാട്ടുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ മ്യൂസിക് സ്റ്റുഡൻസ് ആണല്ലോ. അവിടെ ചിറ്റൂർ കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. പക്ഷെ മ്യൂസിക്കും ഉണ്ട് അവിടെ. പ്രീ ഡിഗ്രിക്ക് 3rd ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ മ്യൂസിക് ഓപ്ഷണലായിട്ട് എടുക്കാം, വേൾഡ് ഹിസ്റ്ററിക്ക് പകരം പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ പിള്ളേർക്ക് BA മ്യൂസിക്കിന് ചേരാൻ ഒരു ചെറിയൊരു സാധ്യത കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും ഇനി ഇന്റർവ്യൂവിന് പോകണം. അപ്പൊ അങ്ങനെ ആ സമയത്താണ് തമിഴ് പാട്ടുകളുമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് രാജാ സാറിന്റെ പാട്ടുകൾ വരാൻ തുടങ്ങുന്നു. ഗംഭീര ഡിഫറെന്റ് സൗണ്ടിങ്, ഡിഫറെന്റ് ഓർക്കസ്ട്രേഷൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലും വെസ്റ്റേൺ ടൈപ്പ് ഓർക്കസ്ട്രേഷൻ വരുന്ന കൂട്ടത്തിൽ മൃദംഗത്തിന്റെ ടോൺ. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മൃദംഗത്തിന്റെ ചാപ്പ് എന്ന് പറയും, ടം ക്ലം ക്ലം എന്നുള്ള സാധനം. ഇപ്പൊ അന്തിമഴ ടങ്, ഇങ്ങനെ ചെറിയ സാധനങ്ങൾ ആൾക്കാർ വെറുതെ പാട്ട് കേൾക്കുന്നവർ നോട്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഞങ്ങളൊക്കെ അന്നേ നോട്ട് ചെയ്യാറുണ്ട്. ഓർക്കസ്ട്രേഷൻ എവിടുന്നാണ് അദ്ദേഹം എന്താണ് ഈ ചെയ്യുന്നത്? സിംഫണി സ്റ്റൈൽ ഓർക്കസ്ട്രേഷൻ. പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് പന്നയപുരം എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് വളരെ മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധമില്ലാതെ വന്ന ഒരു മനുഷ്യൻ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ച് ഹിന്ദുസ്ഥാനി പഠിച്ച് ദേവരായ മാഷയൊക്കെ ഇഷ്ടം പോലെ പാട്ടുകൾക്ക് ഗിറ്റാറൊക്കെ വായിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് ഈവൻ മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരത്തിലെ കീബോർഡ് വായിച്ചിരിക്കുന്നത് അദ്ദേഹമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാജസാറിനെ പാട്ടുകളോട് ഭയങ്കര ഭ്രമമായിരുന്നു. ഞാൻ പാടാൻ തുടങ്ങിയതിന് ശേഷം വെള്ളിച്ചില്ലും ഇതറി പാടി ഇടവേള എന്നൊരു സിനിമ പാടി, മോഹൻ ചേട്ടൻ്റെ പടം. വിട പറയും മുമ്പേ ശാലിനി എൻ്റെ കൂട്ടുകാരി മോഹൻ ചേട്ടൻ്റെ ഇടവേളയിൽ പാടിക്കഴിഞ്ഞാൽ അത് MB ശ്രീനിവാസനായിരുന്നു. അതൊരു വലിയൊരു MBSന്റെ ഞങ്ങളുടെ തലമുറയിൽ അധികം പേർക്ക് പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. അത് റെക്കോർഡ് ഇറങ്ങിയില്ല. അത് എൻ്റെ കുറെ ഗതികേടുകളെ അതിന്റെ റെക്കോർഡ് ഇറങ്ങിയില്ല. ഈ അടുത്ത കാലത്താണ് യൂട്യൂബിൽ ആ പാട്ട് തന്നെ റിലീസായത്. അത് മഞ്ഞുമ്മ വെക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ എനിക്ക് ആ വേർഡ്, മഞ്ഞുമ്മ വെക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ കുതിരും മകരരാവിൽ മനസ്സിൽ വശീമന്ത്രമൊരുക്കി മണവറ തേടി കാർവണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട്, ഒരു സിമ്പിളായിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ ഇത് പാടിക്കഴിഞ്ഞിട്ട് ഈ ഇടവേള കഴിഞ്ഞിട്ട് മോഹൻ ചേട്ടൻ ചെയ്യുന്നപ്പോൾ ആലോലം എന്നുള്ള സിനിമയായിരുന്നു. അത് ഇളയരാജയായിരുന്നു. അതിൻ്റെ കമ്പോസിങ്ങിലിരിക്കുമ്പോൾ രാജാ സാറ് ചോദിച്ചു അത്രേ, ഇതുപോലെ മലയാളത്തിൽ പുതിയ വല്ല പിള്ളേരുണ്ടോ? ഞാനിങ്ങനെ അദ്ദേഹം ഇങ്ങനെ കുറെ പാട്ടുകാർക്ക് ദീപൻ ചക്രവർത്തി അങ്ങനെ കുറെ പേരെ തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ പടത്തിൽ കൃഷ്ണേന്ദ്രൻ എന്ന് പറഞ്ഞ് പുതിയൊരു പാട്ട് പാടിയിട്ടുണ്ട്, അങ്ങേരെ ഒന്ന് വരാൻ പറയൂ. അങ്ങനെ ഇവരിത് ആലോലം കമ്പോസിങ് നടക്കുന്നു. മറ്റേ വീണേ വീണേ എന്നുള്ള പാട്ടൊക്കെയാണ് ആ സിനിമയിൽ ഗംഭീര പാട്ടുകൾ. അപ്പോൾ അതിന്റെ കമ്പോസിങ് നടക്കുമ്പോഴാണ് രാജാ സാറിന്റെ കമ്പോസിങ് റൂമിൽ ഞാൻ ചെല്ലുന്നത്. ഒരു അമ്പലത്തിനകത്ത് കയറിയ പോലെ അതിനകത്ത് ശങ്കരാചാര്യരുടെ ഫോട്ടോയും, അയ്യോ അതൊരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് അദ്ദേഹം. അപ്പോൾ അവിടെ മോഹൻ ചേട്ടൻ ഇരിപ്പുണ്ട്, ജോൺ പോൾ അങ്കിൾ ഇരിപ്പുണ്ട്, കാവാലം സാർ ഇരിപ്പുണ്ട്. അവരൊക്കെ പാട്ടിന്റെ കമ്പോസിങ് നടക്കുകയാണ്. അപ്പൊ എന്നോട് ഒരു കീർത്തനം പാടാൻ പറഞ്ഞു. കീർത്തനം പാടി. ഞാൻ തോടി രാഗത്തിലൊരു കീർത്തനം. അത് രാമചന്ദ്രായ നമസ്തേ രാജീവലോചനായ ധരായ രാമചന്ദ്രായ നമസ്തേ എന്നുള്ള പാട്ട്. എന്നെ നെയ്യാറ്റിങ്കര മോനേന്ദ്ര സാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു ചിറ്റൂർ കോളേജിൽ. അദ്ദേഹം അസാമാന്യ പ്രതിഭയാണ്. അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്ത ഒരു സംഗീതജ്ഞനാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയി. നെയ്യാറ്റിങ്കര മോനേന്ദ്ര സാർ പഠിപ്പിച്ചതായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് പാടി കഴിഞ്ഞ ഉടനെ ഓക്കെ പോയിട്ട് വാങ്ങാന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ പോയിട്ട് വാങ്ങിയ ഞാൻ ഇങ്ങനെ ഒന്നാമത് രാജ സാറിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അവിടെ നിന്ന് പോരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഇൻചാർജ് കല്യാണം എന്ന് പറയാം. അന്നൊക്കെ ഇപ്പൊ കല്യാണമൊക്കെ മരിച്ചുപോയി. കല്യാണമാണ് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ റെക്കോർഡിങ് പ്രസാദ് 70mm തിയേറ്ററിൽ നിന്ന്. അവിടെ ഞാൻ ചെല്ലുമ്പോഴാണ് രാജാ സാറിന്റെ സ്വന്തം പടമാണെന്നുള്ള അറിയുന്നത്. കോഴിക്കോതി അലൈകൾ ഒയ്വതില്ല എന്നുള്ള സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമ ഗംഗയാമരൻ അദ്ദേഹത്തിന്റെ സഹോദരന് സംവിധാനം ചെയ്യുന്നു. ഹെവി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ പൂജയ്ക്ക് പോകുമ്പോൾ പ്രസാദ് 70mm തിയേറ്റർ കണ്ടിട്ടില്ലേ, പഴയ വലിയ തിയേറ്റർ. അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അന്ന്
അത്ര ഹെവി ഓർക്കസ്ട്ര. വയലിൻ സെക്ഷൻ, ചെല്ലോ, ഡബിൾ ബേസ്, മറ്റത് മറിച്ചത്, കൊന്തം, കൊടച്ചക്ര എല്ലാം ഉണ്ട്. അപ്പം നമ്മളിവിടെ മലയാളത്തിൽ അത്രയും ഹെവി ഓർക്കസ്ട്ര നമ്മൾ കണ്ടിട്ടില്ല. AVM സിയിലുള്ളത് വരെ കണ്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പാട്ട് പഠിപ്പിച്ച അസോസിയേറ്റ് മറ്റേ പുള്ളിയുടെ കൂടെ സുന്ദർ രാജണ്ണൻ എന്ന് പറഞ്ഞിട്ട്, സുന്ദർ രാജണ്ണൻ പിന്നെ രാജ് സുന്ദർ എന്നുള്ള പേരിൽ അപ്പു എന്നുള്ള സിനിമയിൽ മലയാളത്തിൽ കൂത്തമ്പലത്തിൽ വെച്ച് എന്നുള്ള പാട്ടൊക്കെ ചെയ്തു. സുന്ദർ രാജണ്ണൻ പാട്ട് പഠിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, രാജാ സാർ വന്ന് ഒന്നുകൂടി ഒന്ന് അതിൻ്റെ ഒന്ന് തിരുത്തലുകളൊക്കെ ഒന്ന് ചെയ്ത് എന്നിട്ട് പറഞ്ഞു, ഇപ്പം നീ ഇവിടെ നിൽക്കണമെന്നില്ല, പോയിട്ട് വൈകുന്നേരം വന്നാൽ മതി, ഞങ്ങൾ ട്രാക്ക് എടുക്കാം. കാരണം ഹെവി ഓർക്കസ്ട്ര ആയതുകൊണ്ട് ഓർക്കസ്ട്രയിൽ കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ട്രാക്ക് പോലെ എടുത്തിട്ട് പിന്നെ വോയിസ് മിക്സ് ചെയ്താൽ മതി. ശരിയെന്ന് ഞാൻ വൈകുന്നേരം തിരിച്ച് വന്നപ്പോൾ ട്രാക്കൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇട്ടു, ട്രാക്ക് ഇട്ട് കേട്ടപ്പോഴാണ് ഞാൻ പാടേണ്ട പോർഷൻ ഇളയരാജ സാർ എൻ്റെ ട്രാക്ക് പാടിയിരിക്കുന്നു, ജാനകി അമ്മ പാടേണ്ട ഭാഗം ഗംഗാമരൻ പാടിയിരിക്കുന്നു. അത് എന്നിട്ട് പിന്നെ വോയിസ് മിക്സ് ചെയ്യായിരുന്നു. ആദ്യം പല്ലവി എടുത്തു, പിന്നെ ചരണവും പല്ലവി എടുത്തു, പിന്നെ സെക്കൻഡ് ചരണവും പല്ലവി എടുത്തു. അതിൽ ജാനകിയമ്മയുടെ ഒരു ഹമ്മിങ് ഉണ്ട്. അല്ല, എല്ലാവരും വിചാരിക്കും ഒരു കോറസ് ഹമ്മിങ് ഉണ്ട്. ഇപ്പം ഏതോ മോഹം ഏതോ ദാഹം നേത്ത് വര നനക്കലിയെ ആസവത മുളക്കലിയെ സേരി എന്ന വനക്കിളിയേ എന്ന് പറയുമ്പോ ഏതോ ഹമ്മിങ് ഉണ്ട്. ഇത് കോറസാന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഭയങ്കര പെർഫെക്റ്റ് ആണ്. അത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് അത് കോറസ് അല്ല, അത് ജാനകിയമ്മ തന്നെ പല പല ട്രാക്കുകളിൽ പാടിയിട്ടുള്ളതാണ്. അത് കാരണമാണ് അതിന്റെ കോറസിന് ഒരു മരണ പെർഫെക്ഷൻ എന്ന് പറയില്ല, ഒരു ഇൻഡിവിജ്വൽ ഒരു മെയിൻ സിംഗർ പാടുന്നതിന്റെ പെർഫെക്ഷൻ ആണ്. അത് രാജാ സാറിന്റെ അന്നത്തെ കാലത്ത് 24 അങ്ങനെ എന്തോ വളരെ ട്രാക്കുകളേ ഉള്ളൂ, അധികം ട്രാക്കുകളില്ല ഇതിൽ. ആ മൊത്തം ട്രാക്കുകളും അന്ന് ഫില്ലായിരുന്നു. കാരണം എല്ലാ ട്രാക്കിലും ഓരോ ഇൻസ്ട്രുമെന്റും, ഇത് ജാനകിയമ്മയുടെ തന്നെ ഒരു 4-5 ട്രാക്ക് വേണം മറ്റേ ഈ ഹമ്മിങ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ എടുത്ത സാധനമായിരുന്നു. ഞാൻ ആ പാടന്ന് രാജാ സാറിന് ചീത്തയല്ല, വനക്കിളിയെ എന്നുള്ള വാക്ക് ശരിയാവാൻ വേണ്ടി കുറെ നേരം പക്ഷെ അതിന്റെ ഏറ്റവും സുന്ദരമായ സാധനം തമിഴ് പ്രൊനൗൺസിയേഷൻ വനക്കിളിയെ എന്ന് പറയുമ്പോൾ പുള്ളി അത് പൊതുവേ തമിഴ്നാട്ടിലെ എല്ലാ ലിറിക്സ് റൈറ്റേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും മലയാളി സിംഗേഴ്സ് പാടുമ്പോൾ ലാ എന്നുള്ള പാടുമ്പോൾ ലാ എന്നാക്കി കേൾക്കുന്നുണ്ട് റെക്കോർഡിങ്ങിൽ. നമ്മളിപ്പോൾ വെറുതെ പറയുമ്പോൾ ലാ എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കറക്റ്റ് അല്ലേ പറയുന്നത്. വനക്കിളിയെ വനക്കിളിയെ ലീ എന്നാണിത് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടോണിൽ മൈക്ക് കൂടെ കയറി വരുമ്പോൾ അപ്പൊ അതിന്റെ സ്വല്പം കൂടി ഒന്ന് കുറച്ച് ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്, അത്രേ ഉള്ളത്. അത് ശരിയാവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തത്. വൈരമുത്തുമായിരുന്നു അതിന്റെ ലിറിക്സ്. പുള്ളി പക്ഷെ എനിക്ക് തമിഴ് വായിക്കാൻ അറിയാമായിരുന്നു. അവിടെ പുള്ളി എഴുതി തന്ന ആ ലിറിക്സ് വെച്ചിട്ടാണ് ഞാൻ പാടിയത്. തമിഴ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പാടിയത്. എനിക്കിപ്പോഴും തമിഴ് എഴുതാനും വായിക്കാനും അറിയാം. ആ വനക്കിളിയെ എന്ന് പറയുന്ന അതിൽ തന്നെ എന്തൊരു മാതിരി ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ പാട്ടിന്റെ ഒരു മാതിരി ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം അതാണെന്ന് തോന്നുന്നു. അറിയില്ല, അദ്ദേഹം ഒക്കെ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഇളയരാജ, അല്ലാതെ വേറൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ പിന്നെ മലയാളത്തിലും തമിഴിലും ഒക്കെ പാടി. പക്ഷെ ആ ഇടയ്ക്ക് വെച്ച് തന്നെ അത് പെട്ടെന്ന് നിന്നുപോയി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? എന്തെങ്കിലും അദ്ദേഹത്തിന് ചെറിയ ദേഷ്യം വല്ലതും ഉണ്ടോ? എന്റെ വീട്ടിന്റെ ഗൃഹപ്രവേശനൊക്കെ രാജസാറാണ് വന്ന് വിളക്കൊക്കെ കത്തിച്ചത്. അതൊക്കെ അതിന് എത്രയോ കാലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് അധികം പാടാതിരുന്ന ഒരു സമയത്ത് പോയി. അത് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പാടി വരുന്ന ആ ഒരു കാലഘട്ടം ഒരു 84-85 ശേഷം ചിത്ര മനോ എന്നുള്ള ഗായകന്റെ ഇൻട്രൊഡക്ഷനോട് കൂടി ഞങ്ങളെപ്പോലെയുള്ള സിംഗേഴ്സിന് പാട്ടുകൾ കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ കംപ്ലീറ്റ് ആ ഒരു സെക്കൻഡറി പാട്ടുകളും പിന്നെ മെയിൻ ഹീറോസിനും ഒക്കെ മനോ ആയി. ഒരു ഇടയ്ക്ക് SPB ആയിട്ടുള്ള ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മനോനെ ആ സമയത്ത് ഏകദേശം മനോന്റെ ശബ്ദം. അതെ. അപ്പൊ അത് കാരണമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല സത്യത്തില്. അത് എനിക്ക് രാജസ്ഥാന്റെ പാട്ട് പാടാത്തതിൽ അതിനിടയ്ക്കൊക്കെ ചില പാട്ടുകൾ വിളിക്കും. അപ്പൊ ഇടയ്ക്ക് പാടാറുണ്ട്. അതൊക്കെ തുടക്കകാലം. അത് തുടക്കം തന്നെ കുറെ പാട്ടുകൾ ഞാൻ ഒരുമിച്ച് പാടി. മറ്റേ ഗോപുരങ്ങൾ സായ്വതില്ലേ എന്ന് പറഞ്ഞിട്ട് മണിവണ്ണന്റെ ഫസ്റ്റ് പടം പൂവാടൈ കാറ്റ് വന്ന് ആടൈ തീണ്ടുമേ എന്ന് പറഞ്ഞൊരു പാട്ട്. പിന്നെ ഈ തെன்றൽ വന്ന് മുത്തമിട്ടത് എന്നുള്ള പാട്ട് രാജസ്ഥാന്റെ കുറെ നല്ല പാട്ടുകൾ പാടി. ഈ പറഞ്ഞ പോലെയാണ് എന്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയം. അതിനുശേഷം ഞാൻ രാജസ്ഥാനിൽ അധികം പാടിയിട്ടില്ല.
അപ്പൊ അത് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും എനിക്ക് അങ്ങനെ വിഷമമല്ല, എനിക്ക് രാജസാറിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ രാജസാറിനെ ഇപ്പോഴും അദ്ദേഹം എനിക്ക് പാട്ട് തന്നാലും ഇല്ലെങ്കിലും ഞാനൊരു അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് ആണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, ഇടയ്ക്ക് കേട്ടിട്ടുള്ള ഒരു കഥയാണ്, ശരിയാണെന്ന് പറഞ്ഞിട്ട് ഏതൊരു സിനിമ ഇങ്ങനെ പാടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ അതിങ്ങനെ വന്നു. അപ്പൊ ഇത് ഒന്നി നീ അതല്ല, അത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇരട്ടി മധുരം എന്നുള്ള സിനിമ തമ്പി സാറിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി സ്റ്റണ്ട് സീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എനിക്ക് 3 പാട്ട് പാടാനുണ്ട് രാജസാറിന്റെ. രാവിലെ ഞാൻ വന്നിട്ട് ഫസ്റ്റ് പാട്ടാണ് തെണ്ടൽ വന്ന് മുത്തമിട്ടത്, ശശിരേഖയായിട്ട് പക്ക മലയമാരുതന്റെ രാഗമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പക്ക ഗാനമാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഈ സിംഗേഴ്സിന് ഉറക്കം നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പൊ ഇത് 5 മണി, രാവിലെ 5 മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു. വീട്ടിൽ വന്ന് കുളിച്ച് നേരെ ഞാനങ്ങ് തിയേറ്ററിലേക്ക് പോവായിരുന്നു. അപ്പൊ 2 റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്നു. എന്നാലും ഭയങ്കര നേസൽ വോയിസ്, ഭയങ്കര നേസൽ, ഒരു ജലദോഷം പോലെയുള്ള ഒരു ശബ്ദത്തിലാണ് ആ പാട്ട്. ഇപ്പോഴും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. നല്ല പാട്ടാണെന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ അന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ എല്ലാവരും, അന്ന് ഈ ഒരു പാട്ട് കഴിഞ്ഞാൽ എല്ലാ ഇൻസ്ട്രുമെന്റ് പ്ലേയേഴ്സും എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കുമല്ലോ. അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജസാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, എന്നാച്ച്? നമ്മുടെ സാർ ഷൂട്ടിംഗ് ഇരുന്നത് കാലയിൽ 5 മണി വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ തലയാട്ടിയിട്ട് പറഞ്ഞു, ഒരേ ടൈമിൽ 2 ബോട്ടിലെ കാൽ വെക്കാതെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഒരേ സമയത്ത് 2 തോണിയിൽ കാൽ വെക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ യുവജനോത്സവം എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഞാൻ വന്ന ഒരു സിനിമയും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടണം എന്നുള്ള ആ സമയത്ത്, പക്ഷെ കറക്റ്റ് എൻ്റെ സമയദോഷം എന്ന് പറയാം, ആ സമയത്താണ് മനുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് പിന്നെ അതിനുശേഷം നമുക്ക് കിട്ടിയതുമില്ല. ഞാൻ വന്ന സിനിമകളൊക്കെ ഒഴിവാക്കുകയും ചെയ്തു. നമുക്ക് രണ്ടും ട്രാജഡി ആയി പോയി. ഞാൻ പിന്നീട് ഒരു 10-20 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത്. അഭിനയം എന്നുള്ള കാര്യം കിട്ടുപോയി. യുവജനോത്സവം കഴിഞ്ഞിട്ട് 2011 മറ്റെയാണ് ഞാൻ പിന്നെ അഭിനയിച്ചത്. തിലകൻ ചേട്ടന്റെ കൂടെ സോഹൻലാൽ ഡയറക്ട് ചെയ്ത ഒരു പടത്തിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. വാസ്തവത്തില് അദ്ദേഹം മറന്നതല്ല, നമുക്ക് ചിലപ്പോ അല്ലേ, ഇതിനൊന്നും നമുക്ക് സിനിമയിൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഇതിപ്പോ അതാണ്. ഇപ്പൊ ഇത് എനിക്ക് വേണമെങ്കിൽ എനിക്ക് മൊത്തം തെറി വിളിച്ചുകൊണ്ട് കുറെ എന്നെ ഒഴിവാക്കി, എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി. ഇവിടെ കുറെ പേരുണ്ടല്ലോ അങ്ങനെ ഒഴിവാക്കി എന്ന് പറയുന്ന കുറെ ചേട്ടന്മാരുണ്ട്. ഈ ഒഴിവാക്കിയ കാര്യം സിനിമയിൽ അവർക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കും. സിനിമ എന്ന് പറഞ്ഞത് അതിന് നമ്മളെ ഒരു കൃഷ്ണേന്ദ്രനെയോ അല്ലെങ്കിൽ ഇന്ന ആളെയോ A-B-C കണ്ടുകൊണ്ടല്ല. അതിൽ ആ A കൊണ്ട് അവർക്ക് ഗുണമുണ്ട്. ആ പാട്ട് അയാളെ കൊണ്ട് പാടിച്ച് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യത്തിൽ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുള്ളൂ. ഇപ്പൊ ഞാനാണ് പ്രൊഡ്യൂസറെങ്കിലും ഞാൻ അതേ ചെയ്യുള്ളൂ. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് ഈ ഇൻഡസ്ട്രിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവർ ചെയ്തതൊന്നും തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നെ ഒഴിവാക്കിയത് പോലും. ഇതേ ഇളയരാജ സാറിന്റെ കൂടെ തന്നെ മലയാളത്തില് നമ്മൾ മോഹൻ സാറിന്റെ കൂടെ തന്നെ പറഞ്ഞു മംഗളം നേരുന്നു എന്ന് പറയുന്ന സിനിമയില് അതിലൊരു താരാട്ട് പാട്ട് ഒരു കാലത്ത് ഒരു കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ സമയത്ത് ആ പാട്ട് ഹിറ്റായിരുന്നോ? അല്ല. എനിക്കത് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം അതാണ്. 84 മംഗളം നേരുന്നതിൽ അല്ലിയിളം പൂവ ഇറങ്ങിയ സമയത്ത് ആ പാട്ട് ഹിറ്റല്ല. ഞാൻ പോലും ഗാനമേളയ്ക്ക് വല്ലപ്പോഴും എൻ്റെ പ്രോഗ്രാമിന് ഞാൻ വല്ലപ്പോഴേ പാടിയിരുന്നുള്ളൂ. പക്ഷേ ഈ റിയാലിറ്റി ഷോസ് വന്നില്ലേ 2006-2007 ശേഷം, അതിൽ കുറെ മിടുക്കന്മാര് പിള്ളേർ ഈ പാട്ട് പാടിയതിന് ശേഷമാണ് പലരും ഈ പാട്ടിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയതും. അപ്പോഴാണ് A.S. പ്രിയെ പോലെയുള്ള സാഹിത്യകാരിയൊക്കെ ഞങ്ങളുടെ കുട്ടിയെ ഉറക്കാൻ ഈ പാട്ട് പാടിയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി, നമ്മുടെ പാട്ടിന് അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മളെ പാട്ട് വലിയൊരു സംഭവമായിട്ട് ഞാൻ തന്നെ വിചാരിച്ചില്ല. അന്നത്തെ ഒരു ഇതേ കണക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു പ്രചാരം ഇല്ല. ഈ ഫേസ്ബുക്ക് ഇല്ല, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ. അന്നത്തെ പലരും ഈ പാട്ട് മൂളി സത്യമായിരുന്നു, ഉണ്ടായിരിക്കാം, ഹിറ്റ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല ഇൻഡസ്ട്രിയിൽ. അത് എനിക്കറിയില്ല. അത് നല്ല പാട്ടായിരുന്നു, ദാസേട്ടൻ പാടേണ്ട പാട്ടായിരുന്നു. അതും സത്യത്തിൽ പറയുകയാണെങ്കിൽ എന്നെ ഇളയരാജ സാറ് എപ്പോഴും എന്നെ സ്ട്രെയിറ്റ് സോങ്ങിനെ വിളിക്കാറുള്ളൂ. അല്ലാണ്ട് എന്നെ വിളിച്ച് പാടിച്ചിട്ട് അത് വേറെ ആളെ കൊണ്ട് മാറ്റിക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടില്ല. ആയിട്ടില്ലേന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് വേറൊരു സങ്കടം, അത് പോട്ടെ, സങ്കടം അതിന് ശേഷം പറയാം. ഇത് ദാസേട്ടൻ പാടേണ്ട പാട്ടായിരുന്നു. അപ്പൊ എന്നെ ഇൻചാർജ് വിളിച്ചിട്ട് പറയുന്നു, ഇതുപോലെ നാളെ AVM RR ദാസേട്ടന് വേണ്ടിയിട്ടുള്ള ട്രാക്കാണ്. അവർക്ക് അത് അന്ന് വൈകുന്നേരം തന്നെ പാലക്കാട്ടേക്ക് അയച്ചു കൊടുക്കണം ഷൂട്ടിങ്ങിന്. പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ ഞാൻ അത്ര വലിയ സീരിയസ് അല്ല, കാരണം ട്രാക്കല്ലേ.
ആ അളവിന് പാടിയാൽ മതി. അവർക്ക് അഭിനയിക്കുമ്പോൾ ലിപ്പ് കൊടുക്കാനുള്ളൊരു പാട്ട്. അതിനുശേഷം നമ്മുടെ ആ പോർഷൻ അങ്ങോട്ട് മായ്ച്ച അതിന്റെ മുകളിലൂടെ യേശുദാസിന്റെ ശബ്ദം കയറും. അതിനു മുമ്പ് ഞാൻ ഒരു മധുരക്കിനാവിനൊക്കെ ഞാനാണ് ഇതുപോലെ ദാസേട്ടന് വേണ്ടി ട്രാക്ക് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശീലമുണ്ട് നമുക്ക്, നമ്മുടെ വോയിസ് മാറുക എന്നുള്ള കാര്യം ഒരു പുതുമയല്ല. അപ്പോ ഞാനിത് ഒറ്റ ടേക്ക്, അന്ന് ഓർക്കസ്ട്ര പെർഫെക്റ്റ് ആയിരുന്നു, അത് കാരണം ഒരു ടേക്കേ പാടേണ്ടി വന്നുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം പാടി കഴിഞ്ഞു, ഞാൻ സ്ഥലം വിടുകയും ചെയ്തു. ട്രാക്ക് പാടിയതല്ലേ, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ പടം റിലീസാവുന്നതിന് മുമ്പെയാണ് ഞാൻ അറിയുന്നത് ഈ പാട്ട് ഓക്കെ വെച്ചു എന്നുള്ളതും. അതിന് മെയിൻ കാരണക്കാർ ഇന്നസെന്റ് ഏട്ടനും ഡയറക്ടർ മോഹനോ. ഇന്നസെന്റ് ഏട്ടന് സെറ്റിലിരുന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തും അവൻ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ, എന്തിനത് വെറുതെ മാറ്റണത് എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി ഇരിഞ്ഞാലക്കുട ഭാഷയിൽ ഒരു തട്ട് തട്ടി. അത് സീരിയസ് ആയിട്ട് എടുത്തവര് അത് അതേപോലെ വെച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇത് ഓക്കെ ആക്കിയെങ്കിൽ എന്നെ വിളിച്ച് ഒന്നുകൂടി ഒന്ന് വോയിസ് മിക്സ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. പക്ഷെ ആരോ പറയുന്ന പോലെ അതിന്റെ യോഗം അതാണ്. ചില ഓരോ പാട്ടുകൾക്ക് ഓരോ യോഗം ഉണ്ടെന്നില്ലേ, കഴിക്കാനുള്ള ധാന്യത്തിന്റെ മുകളിൽ നമ്മുടെ പേര് എഴുതി വെച്ചിരുന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ യോഗം അങ്ങനെ വരാനാണ്. അത് പലർക്കും ഇഷ്ടമാണ്. പിന്നെ ആരോ രവി മേനോനെ പോലെയുള്ള പാട്ടെഴുത്തുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 10-15 മലയാളത്തിലെ 10-15 എന്താണ് പറയാ, മറ്റേ ഈ താരാട്ട് പാട്ടുകൾ എടുത്താൽ അതില് വരുന്ന ഒരു പാട്ടാണിത് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ക്രെഡിറ്റ് ആണ്. അതൊരു വലിയ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് 84-24 വയസ്സായിട്ട് ഒരു കുട്ടിയൊന്നും കല്യാണം കഴിഞ്ഞില്ല, എങ്ങനെ നല്ല താരാട്ട് പാട്ട് പാടി? ഞാൻ പറഞ്ഞു, അത് ഇത്രയും ഒരു വിഡ്ഢിത്തരമായിട്ടുള്ള ചോദ്യമുണ്ട്. കാരണം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരാളെ കുത്തിക്കൊല്ലുന്ന ഒറിജിനൽ കുത്തിക്കൊല്ലുന്നുണ്ട് ഇല്ലല്ലോ, നമ്മൾ അറിഞ്ഞിട്ടാണോ ഇതാ, നമ്മളത് അഭിനയിക്കുകയാണ്. അതുപോലെ സംഗീത സംവിധായകൻ പറയുന്ന സാധനം നമ്മൾ പാടിയെന്നേ ഉള്ളൂ. എന്റെ മോളുണ്ടായത് പിന്നെ 6 കൊല്ലത്തിന് ശേഷമാണ്. അത് ആ വരി രണ്ടെണ്ണം ഞാൻ കേൾക്കാം. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങിളനീരോ തേൻമൊഴിയോ, മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, ഇല്ലിമുളം തേനോ, ഇല്ലിമുളം തേനോ. ഗണിച്ചേട്ടനാണ് മുളയെ മുറുക്കി തെല്ലും ചെല്ലം തങ് തങ്. എം ഡി രാജേന്ദ്രന്റെ പറയാതിരിക്കാൻ, ബേബി ശാലിനിയുടെ മാധവി, ഭയങ്കര രസമാണ്. ഇപ്പോഴും ആ പാട്ട് ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആദ്യം പുറത്തു വന്ന പാട്ട് വെള്ളിച്ചില്ലും വിതറി എന്ന് പറയുന്നത് അല്ല, ആദ്യം പാടിയതാണ് ഇണയിലെ ശശിയേട്ടന്റെ പടം. അതെ, ശശിയേട്ടൻ അതിൽ തന്നെ പാടാൻ വിളിക്കാൻ കാര്യം, അതിന് തൊട്ട് മുമ്പ് കാലിക്കറ്റ് വെച്ചിട്ട് ഒരു ഫിലിം ചേംബർ നടത്തിയ ഒരു സ്റ്റാർ നൈറ്റ് ഉണ്ടായിരുന്നു. 81-ലോ 80-ലോ മറ്റാണ്. അപ്പൊ അന്ന് ഞാനൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നിർവേദമൊക്കെ കഴിഞ്ഞ് ഒരു 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സ്റ്റാർ നൈറ്റിൽ ഞാൻ പങ്കെടുത്തു. നമ്മുടെ ഗംഗേട്ടനൊക്കെ PVG എല്ലാവരും നടത്തിയ പ്രോഗ്രാം ആയിരുന്നു. അന്ന് ഗാനമേളയിൽ 2 പാട്ട് ഞാൻ പാടി. അന്ന് ഈ ആക്ടേഴ്സ് പാടില്ല, ഇപ്പൊ മനോജ് കെ ജയനൊക്കെ പാടുന്നു എന്ന് പറയുന്ന പോലെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് കൃഷ്ണേന്ദ്രൻ 2 പാട്ട് പാടി. ഒന്ന് ഞാൻ പാടിയത്, ഒന്ന് ചാഹുംഗമേ തുജേ റഫി സാബിന്റെ പാട്ട്. കാലിക്കറ്റിലെ റഫി സാബിന്റെ പാട്ട് മര്യാദയ്ക്ക് പാടിയ നല്ല ക്ലാപ്സാണ്, മര്യാദയ്ക്ക് പാടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അതെ അതെ, ഞാൻ ആ പാട്ടും പാടി, ചാഹുംഗമേ തുജേ പാടി, പിന്നെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, ഈ 2 പാട്ടും അന്ന് പാടി. ചാഹുംഗമേ തുജേ കഴിഞ്ഞ ഉടനെ ഈ നമ്മള് എന്താണ് പറയാ, മറ്റേ ഭയങ്കര ക്ലാപ്സ്, ഒരു 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലാപ്സ് ഒക്കെ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിന്റെ പിന്നിലേക്ക് വരുമ്പോൾ ശശിയേട്ടനും സീമ ചേച്ചിയും ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ അടുത്ത പടത്തിൽ നീ പാടുന്നടാ എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ എനിക്കൊരു ഉറപ്പില്ല, കാരണം സിനിമയിലെല്ലാവരും അങ്ങനെ പറയുന്നത്. ശശിയേട്ടൻ്റെ അതിന് മുമ്പ് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, കാന്തവലയം എന്നൊരു സിനിമയിൽ, ജയനൊക്കെ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അറിയില്ലായിരുന്നു. പക്ഷെ ശശിയേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. ഇണയിലെ 3 പാട്ട് ഞാനും പാടി. ബിച്ചുവേട്ടനാണ് ഉമ്മുക്കയുടെ വീട്ടിൽ വെച്ചിട്ട്, ബിച്ചുവേട്ടനാണ് നമുക്ക് ആ പാട്ടൊക്കെ പാടി പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളതാണ്. ബിച്ചുവേട്ടനെ മറക്കാൻ പറ്റില്ല. പക്ഷെ ആദ്യം റിലീസായത് ഈ നാടെന്നുള്ള സിനിമയിൽ ഒരു തമാശ പാട്ടാണ്, തട്ടടി ശോശാമേ. ഓഹോ, ആ പാട്ട് ഇപ്പൊ റീലായിട്ട് ഇറങ്ങിയിട്ട്
എനിക്ക് കുറേ പേര് അയച്ചു തന്നിട്ട് ഈ പാട്ടിൽ നിന്നാണ് ഡിസ്കോ ദിവാന എന്നുള്ള ഹിന്ദി പാട്ട് എടുത്ത്. എന്തൊരു ഗതികളാണല്ലേ ചേട്ടാ, ഇത് മലയാളത്തിൽ നിന്ന് ഇവന്മാർ തട്ടിരിക്കുന്നു. നേരെ തിരിച്ചാണ്. ഡിസ്കോ ദിവാനയുടെ പാരഡി ആയിരുന്നു നമ്മളിത് മലയാളത്തിൽ ചെയ്തത്. അത് അപ്പം എന്നിട്ട് ഞാൻ ഇവർക്കൊക്കെ തിരിച്ചയച്ചു കൊടുക്കുന്നു മെസ്സേജ്, ഇത് ഞങ്ങൾ പാരഡി ആയിട്ട് മലയാളത്തിൽ എടുത്ത സാധനമാണ്. ഇതിപ്പോ എന്നെ പോലെ ഈ തലമുറയിലുള്ള കുറച്ച് പേര് ഇപ്പൊ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇത് പറഞ്ഞു തരാൻ ആളുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആൾക്കാർ വിചാരിക്കുന്നത് ഈ നമ്മുടെ തട്ടടി ശോശാമ്മ എടുത്താണ് ഡിസ്കോ ദിവാനി ചെയ്തെന്നുള്ളതായിരിക്കും. അപ്പൊ ഞാനതിന് മറുപടി ചെയ്തു, ഇപ്പൊ ഞാനൊക്കെ മടിയായി കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു തരാൻ ആരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നേരത്തെ പറഞ്ഞു രാജേഷിന്റെ ഇളയരാജയുടെ ഒരു ദുഃഖം ഉണ്ടായ ഒരു സംഭവം കൂടെ ഉണ്ട്. അതെന്തായിരുന്നു അത് ശരിക്കും പറയുകയാണെങ്കിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ അത് രാജാ സാർ അറിഞ്ഞിട്ട് ചെയ്തു എന്നുള്ള ഒരു സംഭവം അല്ല അത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖമായിരുന്നു. രാജാ സാർ പാട്ട് തരാതിരുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖം അതായിരുന്നു. എന്താന്ന് വെച്ചാല് ജെൻസി എന്ന് പറഞ്ഞൊരു പാട്ടുകാരി മലയാളത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഇളയരാജ സാറിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. കുറേ ഹിറ്റ് പാട്ടുകൾ തമിഴിലെ 70s ലാസ്റ്റും 80s കുറേ ഭാരതിരാജയുടെ പടത്തിലും ഒക്കെ കുറേ നല്ല നല്ല പാട്ടുകൾ. ജെൻസി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിൽ രാജാ സാറിന് വേണ്ടി അവസാനമായി പാടിയൊരു പാട്ട് ഞാനും ജെൻസിയും കൂടിയായിരുന്നു. അത് ഭാരതിരാജ സാറിന്റെ ടോപ്പ് ടക്കർ എന്നൊരു പടം, ആ പടം നടന്നില്ല. അതാണ് അതിൻ്റെ ഒരു ട്രാജഡി അവിടെയാണ് വരുന്നത്. ടോപ്പ് ടക്കർ എന്നൊരു പടം കാതൽ ഓവിയം എന്നുള്ള പടത്തിന് ശേഷം അതിലെ നായകനെ ഇട്ട് രാധയും ആ നായകനും എല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ പൂജ ഗംഭീര പൂജയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞാനും ജെൻസിയും കൂടിയാണ് പാടിയത്. നല്ല പാട്ട്, നല്ല മെലഡി. പക്ഷെ ഈ പടം ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ടാണ് പിന്നെ ഒരു കൈദിയൻ ഡയറി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സിനിമ, അത് കഥയൊക്കെ മാറിപ്പോയി, അതിൽ ഈ പാട്ടില്ല. അപ്പൊ ഈ പാട്ടിന്റെ കാര്യം നമ്മൾ മറന്നുപോയി. ഏതോ ഒരു ന്യൂ ഇയറിന് ഞാൻ അത് ചിത്രയൊക്കെ പാടാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം ഞാൻ രാജാ സാറിന്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് അകത്തുനിന്ന് ഒരു ഓർക്കസ്ട്ര ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതെവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ, നമ്മൾ പാടിയ പാട്ടല്ലേ. നോക്കുമ്പോൾ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ വോയിസ്, ചിത്രയുടെ വോയിസ്, എൻ്റെ വോയിസും ഇല്ല, ജെൻസിയുടെ വോയിസും ഇല്ല. അത് കാതൽ പരിസ് എന്ന് പറഞ്ഞിട്ട് കമലഹാസന്റെ സിനിമയിൽ വന്നു. പിന്നീട് RM വീരപ്പനോ മറ്റോ പ്രൊഡ്യൂസ് ചെയ്ത പടമാണത്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ രാജാ സാറിന്റെ ഇതുപോലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കാതിരിക്കുന്ന പാട്ടുകൾ കുറേ എണ്ണം കാണും അദ്ദേഹത്തിന്. ഉഗ്രം പാട്ടുകളായിരിക്കും അത്. അപ്പൊ അത് ചിലരൊക്കെ ചില പുതിയ സിനിമയിലേക്ക് ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് എടുക്കും. അങ്ങനെ RM എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ പ്രൊഡക്ഷനാണ്, MGRന്റെ ഒക്കെ കാലത്തുള്ള അവര്. അപ്പൊ അവരത് ഈ സിനിമ എടുത്തപ്പോൾ അവർക്ക് കൃഷ്ണേന്ദ്രൻ ജെൻസിയാറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഫേമസ് 2 പേര് പാടണം. അപ്പൊ ചിത്രയും SPBയും വെച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു ന്യൂ ഇയറിന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അടി, നമ്മുടെ വോയിസ് മാറിയിട്ട് ഒരു പാട്ട് വരുന്നു. അതിനെ ഞാൻ പക്ഷെ അത് വളരെ അത് പുറാക്കളെ പുറാക്കളെ പൊന്മാലൈ സൂടുങ്ങൾ പുറാക്കളെ 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 പൊന്മാലൈ സൂടുങ്ങൾ. അതത്ര വലിയ ഹിറ്റൊന്നും ആയില്ല പാട്ട്, പക്ഷെ നല്ലൊരു പാട്ടായിരുന്നു അത്. അത് കയ്യിൽ നിന്ന് പോയി. അത് ഒരു ന്യൂ ഇയറിന് കിട്ടിയ ഒരു പഞ്ചായിരുന്നു നമുക്ക്.